നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ്റെ പരീക്ഷയാണ്, ബോർഡ് എക്സാമാണ് 24-ാം തീയതി. അപ്പോൾ എനിക്ക് അത്രയും തിരക്കിലാണ്, എന്നാൽ പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ആയിട്ട് വരാമെന്ന്, അല്ലേ? അപ്പോൾ വാക്ക് പാലിക്കണം. പക്ഷേ എനിക്ക് ഇൻട്രൊഡക്ഷന് വരാനുള്ള നേരമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്യാതിരിക്കുന്നത്. ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ചില ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പി. എൻ്റെ അമ്മയുടെ സ്വന്തം റെസിപ്പിയാണത്. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഈ ബോളിയും അതുപോലെ തന്നെ ഈ ആലു പറാത്തയൊക്കെ കഴിക്കുന്നേക്കാളും മുൻപേ വളരെ 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 മുൻപേ തന്നെ ഇത് കഴിച്ചിട്ടുണ്ട്. അന്നൊക്കെ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ എനിക്കതിന് വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പഴംപൊരി അല്ലാതെ എനിക്ക് നേന്ത്രപ്പഴം ഞാൻ കഴിക്കില്ലായിരുന്നു. അപ്പോൾ അമ്മ എങ്ങനെയെങ്കിലും നേന്ത്രപ്പഴം എൻ്റെ വയറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. എൻ്റെ അമ്മയുടെ സ്വന്തം പ്രിയപ്പെട്ട പഴംബോളിയാണ്. പഴം പറാത്താന്നോ പഴംബോളിന്നോ എന്ത് പേര് വേണമെങ്കിൽ നമുക്കിതിന് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. നിങ്ങൾ എത്ര പേരുടെ അമ്മമാർ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ശരി നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ആട്ട ഒന്ന് കുഴച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം ഉപ്പും ഒരല്പം പഞ്ചസാരയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്കതിലോട്ട് ഒരു ഗ്ലാസോളം, ഒരു ഗ്ലാസ് മുഴുവനും ഇല്ല, അത് 1 ടേബിൾ സ്പൂണൊക്കെ കുറവുണ്ടാവും. നമുക്ക് ആട്ട ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് കുഴച്ച് നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്ത് ഒരു 10 മിനിറ്റ് അതങ്ങ് അടച്ചു വയ്ക്കാം. 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാവ് ഒരുപാട് കട്ടിയാവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നോക്കും ഇതുപോലെ വിരൽ ഉള്ളിലോട്ട് പോകണം. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 നേന്ത്രപ്പഴം നന്നായി പുഴുങ്ങി അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ബ്ലാക്ക് സീഡൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു നാര് പോലെ ഉണ്ടാവില്ല, അതും റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചു വെക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നൊരു സ്വീറ്റ് അല്ലേ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങ. വെറുതെ തേങ്ങ ഇട്ടാൽ മതി, തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഴം ഒരുപാട് വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ട് പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്കിത് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി അങ്ങ് പരത്തുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോവും, ഫില്ലിങ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പഴം കുറച്ച് നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. എളുപ്പമല്ലേ, വേറെ ഒരു പണിയില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വേണമെങ്കിൽ മാത്രം അല്പം ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഏലക്കായുടെ പൊടിയോ ചുക്കിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഇവിടെ എൻ്റെ മക്കൾക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇത്ര മാത്രം ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ് ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതങ്ങ് പരത്തിയിട്ട് ഉള്ളിൽ നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് തന്നെ ഒരു മീഡിയം സൈസ് ഉരുള എടുക്കാം. നിങ്ങൾക്ക് എത്ര വലുതാക്കി പരത്തണോ അത്രയും വലുപ്പത്തിൽ ഉരുള എടുക്കുക. അതായത് ചപ്പാത്തിയുടെ ഉരുള. അത് നന്നായിട്ട് അങ്ങ് ഉരുട്ടി കൊടുക്കുക. കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഇവിടെ ആട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ആലു പറാത്തയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഓക്കെ, എന്നിട്ട് നമുക്ക് പഴത്തിൻ്റെ ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടങ്ങ് കവർ ചെയ്ത് കൊടുക്കുക.
അഥവാ നിങ്ങളുടെ പഴത്തിൽ അധികം ഒരുപാട് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ അതിൽ ഇപ്പം നമ്മൾ ഉരുളി ഇട്ടില്ലേ അതിലോട്ട് കുറച്ച് ആട്ടയുടെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൊട്ടി പുറത്തേക്ക് പോരില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പൊട്ടാതെ പരത്തണ്ടേന്നുള്ള കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുമില്ല. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ എത്ര നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. അപ്പോൾ ഓക്കെ, എനിവേ ഇത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട, ഒരു മീഡിയം സൈസ് തിക്നെസ്സോട് കൂടി അങ്ങ് പരത്താം. ഉള്ളിൽ ആ ഫില്ലിങ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് പൊട്ടില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്ക് ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ അങ്ങ് ഉരുട്ടുക, ഇതിലങ്ങ് മുക്കുക, ഒന്ന് പരത്തുക. പിന്നെ ഒരുപാട് അങ്ങ് ഫില്ലിംഗ് ഒന്നും വെക്കേണ്ട. 1 ടേബിൾ സ്പൂൺ വീതം അങ്ങുള്ളിലോട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് വലിയ ഉരുളകളായി കഴിഞ്ഞാലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇതൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ അങ്ങ് പരത്തുക. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു ഹെൽത്തി വേർഷനാണിത്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഫുൾ മൈദ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴം. ഇപ്പോൾ കുട്ടികൾക്ക് ടിഫിനൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും, നമുക്കും പണി കുറവാണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് പറയണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവേത് ഫീഡ്ബാക്ക് തരൂ പ്ലീസ്. ഒന്ന് ഷെയർ ചെയ്യൂ, മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യൂ. കാരണം നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് ഞാൻ ഓരോന്നും കൊണ്ടുവരുന്നത്. നിങ്ങൾ ഒരുപാട് നാളുകളായി പറയുന്നു ടിഫിൻ ബോക്സ് ഐറ്റംസ് കൊണ്ടുവരണമെന്ന്. അപ്പോൾ നിങ്ങൾ കാണാത്തതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. കണ്ടോ, ഇതുപോലെ തന്നെ എല്ലാതങ്ങ് പരത്തിയെടുക്കുക കേട്ടോ. എൻ്റെ അമ്മ ഇതിൽ ശർക്കരയാണ് ഇട്ടുകൊണ്ടിരുന്നിരുന്നത്. അതുപോലെ തന്നെ കുറച്ച് വഴറ്റിയിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് പുള്ളിക്കാരി ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടെ ഈസി വേർഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി അതിലോട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ഇട്ടതിന് ശേഷം വിളയിച്ചതിന് ശേഷം ഇതേപോലെ പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ ഈ ഇടിപിടിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ അമ്മയുടെ റെസിപ്പിയിൽ നിന്ന് ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പിൽ നിന്ന് നമുക്ക് 6 മീഡിയം പഴം പറാത്തയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതങ്ങ് ചുട്ടെടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കുക. ഇതൊന്ന് മീഡിയം ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ തവ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പറാത്ത വെച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചിടാം. ഇതേപോലെ ചെറിയൊരു ഗോൾഡ് കളർ കുത്തുകൾ വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് നെയ്യ് വരട്ടി കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിൽ നെയ്യോ ബട്ടറോ എണ്ണയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുരട്ടി കൊടുക്കുക. തിരിച്ചിടുക. ആ സൈഡിലൊന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ ചെറുതായിട്ടങ്ങ് പൊന്തി വരും. കണ്ട പൊന്തി വന്നത്? അതാണ് കറക്റ്റായിട്ടുള്ള ഒരു പരുവെന്ന് പറയുന്നത്. അപ്പം നമുക്കങ്ങ് എടുക്കാം. ഒരുപാടങ്ങ് കുക്ക് ചെയ്യണ്ട, അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഹാർഡായിട്ട് മാറും. അപ്പോൾ ഇത്ര മതി. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ. മീഡിയം ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കിയൊക്കെ ഈസിയാണ്. അത് തന്നെ പൊന്തി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ആരെങ്കിലും? കാണാൻ തന്നെ ഒരു ചന്തമാണത്. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഞാനിവിടെ എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൂപ്പർ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇതുപോലെയാണ് ഉള്ളിലിങ്ങനെ ശരിക്കും പഴത്തിൻ്റെ നമ്മുടെ ആലു പൊറോത്തയുടെ തന്നെ സ്വീറ്റ് വെർഷൻ പഴം പൊറാത്ത. അപ്പോൾ എങ്ങനെയുണ്ട്? കാണാൻ സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഞാൻ കഴിച്ച് കാണിച്ചു തന്നാലോ? എന്താ പറയുക, പണ്ടത്തെ ഞാൻ കുട്ടിയായിക്കൊണ്ടിരിക്കുക. അന്നൊന്നും ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി തരുമ്പോൾ ഒരു വില ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ അന്നത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ കിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, എല്ലാം മായമാണ്. ഇപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓഫീസിലേക്കൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു വിടാം. ഭർത്താക്കന്മാർക്കൊക്കെ ബ്രേക്കിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അസലായിട്ടുള്ള, അതിന് ആദ്യം ഓയിലൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾ ഓർമ്മകൾ എൻ്റെ കൂടെ പങ്കുവെക്കണം. അതുപോലെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചെട്ടിനാട് ചിക്കൻ കറി എത്ര പേര് കണ്ടു? കാണാത്തവർ കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നേ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത് എടുക്കണോ അങ്ങോട്ട്?
അതും കൂടെ എടുത്ത് വെക്കോ. ഭയങ്കര മണം മാം പറയായിരുന്നു ഇത് മറ്റേ മണം വന്നിട്ട് ചോറുണ്ടോ. പിന്നെ എന്താ വേണ്ട നിങ്ങൾ പറയണേ, ഞാൻ പറഞ്ഞില്ലേ ബിരിയാണിയാണ്. ഇന്നത് അമ്മയില്ലാത്ത കാരണം കുറച്ച് അമ്മയുടെ പഠിപ്പിക്കണം. അല്ല മലയാളം ആയതുകൊണ്ടേ മലയാളം ഒന്ന് നോക്കണം.